ഈ സീസണിലെ IPL മത്സരങ്ങൾ ആരംഭിച്ചതേയുള്ളൂ. ഇപ്പോഴും ദീർഘമായൊരു സീസൺ ബാക്കിയിടപ്പാണ്. 2-3 മാച്ചുകൾ കൊണ്ട് ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ടീമുകളെ ആധികാരികമായി വിലയിരുത്തുക അസാധ്യമാണ്. CSKയെയും KKRനെയും ഗുജറാത്ത് ടൈറ്റൻസിനെയും പോലെ പൂർണ്ണമായും ഒരു ടീമെന്ന നിലയിൽ ഇനിയും സെറ്റാകാത്ത ചില ടീമുകൾ ഇപ്പോഴും ഉണ്ടെന്നിരിക്കെ പോകെ മാത്രമേ കൂടുതൽ വ്യക്തമായ ചിത്രം നമുക്ക് ലഭിച്ചു തുടങ്ങും. എന്നാലും ആദ്യത്തെ ചില മത്സരങ്ങളിലെ പ്രകടനങ്ങൾ പരിഗണിച്ചുള്ള ഒരു പവർ റാങ്കിങ് നമുക്ക് ഇവിടെ നടത്തി നോക്കാം. ഒരു ടീമെന്ന നിലയിലുള്ള സന്തുലിതാവസ്ഥ പരിഗണിക്കുമ്പോൾ ടൂർണമെന്റിൽ കിരീട സാധ്യത കൽപ്പിക്കാവുന്ന ഏതാനും ചില ടീമുകളുണ്ട്. ഈ വാരം അത്തരം 5 ടീമുകളെ മാത്രമാണ് റാങ്കിങ്ങിനായി പരിഗണിക്കുന്നത്. ദി ഫൈനൽ വിസിലേക്ക് സ്വാഗതം. തോറ്റു തുടങ്ങുന്ന ദൈവത്തിന്റെ പോരാളികളെ ഭയക്കണമെന്ന പഴയൊരു ചൊല്ലുണ്ട് ക്രിക്കറ്റ് ഫാൻസിനിടയിൽ. അത് അക്ഷരം പ്രതി ശരിവെക്കുന്ന 18 സീസണുകളാണ് കഴിഞ്ഞുപോയത്. ഇനി 19ാം സീസണിലേക്ക് വരുമ്പോൾ 13 വർഷങ്ങൾക്ക് ശേഷം ജയിച്ചു തുടങ്ങുന്ന രോഹിത്തിനെയും കൂട്ടരെയുമാണ് കാണാനാകുന്നത്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ആധികാരികമായ 6 വിക്കറ്റ് ജയത്തോടെ തുടങ്ങാൻ ഹാർദിക് പാണ്ഡ്യ നയിക്കുന്ന മുംബൈക്ക് സാധിച്ചിരുന്നു. ഓപ്പണർമാരായ രോഹിത് ശർമ്മയും റയാൻ റിക്കൽട്ടനും സമ്മാനിച്ച വെടിക്കെട്ട് തുടക്കമായിരുന്നു ആദ്യ ജയത്തിന് പിന്നിലെ മുംബൈയുടെ USP. 1ാം വിക്കറ്റിൽ രോഹിത് റിക്കൽട്ടൻ സഖ്യം നേടിയ 71 പന്തിൽ 148 റൺസാണ് മത്സരത്തിന്റെ ഗതി നിർണയിച്ചത്. വിന്റേജ് സ്റ്റൈലിൽ 205 മുകളിൽ സ്ട്രൈക്ക് റേറ്റോടെ 38 പന്തിൽ നിന്ന് രോഹിത് നേടിയത് 78 റൺസാണ്. പങ്കാളിയായ റിക്കൽട്ടൻ 43 പന്തിൽ നിന്ന് 81 റൺസുമായി മാച്ച് വിന്നിംഗ് കൂട്ടുകെട്ടിന് പങ്കാളിയായി. ഇതേ ഓപ്പണിംഗ് സഖ്യത്തിന്റെ പരാജയമാണ് 2ാം മത്സരത്തിൽ മുംബൈയുടെ തോൽവിയിലേക്ക് നയിച്ചത്. ഒപ്പം എതിരാളികളായ ഡൽഹിയുടെ മികവാർന്ന ബൗളിംഗ് നിരയുടെ പ്രഹരശേഷിയും മുംബൈ ഇന്ത്യൻസ് ബാറ്റിംഗ് നിരയെ പിടിച്ചു കിട്ടിയെന്ന് മനസ്സിലാക്കാം. ട്രെന്റ് ബോൾട്ട്, ജസ്പ്രീത് ബുംറ, ഷർദുൽ താക്കൂർ, ഹാർദിക് പാണ്ഡ്യ എന്നിവരടങ്ങിയ മുംബൈ ഇന്ത്യൻസ് ബൗളിംഗ് നിര ശക്തമാണ്. തൻ്റെതായ ദിവസങ്ങളിൽ മികച്ച ഇമ്പാക്റ്റ് സൃഷ്ടിക്കാൻ പ്രാപ്തിയുള്ള ഷർദുൽ താക്കൂറിന്റെ മികവ് മുംബൈയെ ടൂർണമെന്റിൽ ഏറെ മുന്നോട്ട് നയിക്കും. മികവുറ്റ ഓൾറൗണ്ടർമാരുടെ സംഘമാണ് മുംബൈയുടേത്. ഹാർദിക് പാണ്ഡ്യയ്ക്ക് പുറമെ ഷെർഫൈൻ റുദർഫോർഡ്, ഷർദുൽ താക്കൂർ, തിലക് വർമ്മ എന്നിവരുടെ സാന്നിധ്യം മുംബൈയുടെ സ്ക്വാഡിനെ ബാലൻസ്ഡ് ആക്കുന്നുണ്ട്. പോയിന്റ് ടേബിളിൽ താഴെയുള്ള ചെന്നൈ സൂപ്പർ കിങ്സിനെയും ഗുജറാത്ത് ടൈറ്റൻസിനെയും ആദ്യത്തെ 2 മത്സരങ്ങളിൽ തറപറ്റിച്ചാണ് ശ്രേയസ് അയ്യരുടെ പഞ്ചാബ് കിങ്സിന്റെ വരവ്. ഗുജറാത്തിനെതിരായ മാച്ചിൽ കൂപ്പർ കൊണോളിയുടെ കാമിയോ റോളാണ് അവർക്ക് ജയം സമ്മാനിച്ചത്. ചെന്നൈക്കെതിരായ 2ാം മത്സരത്തിൽ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെ 50യും ഓപ്പണിംഗ് ജോഡികളായ പ്രിയാം ഷാരിയുടെയും പ്രഭ്സിമ്രാൻ സിംഗിന്റെയും വെടിക്കെട്ട് തുടക്കവും ടീമിന് സമ്മാനിച്ചത് അനായാസ വിജയമാണ്. ചെന്നൈക്കെതിരായ മാച്ചിൽ 11 പന്തിൽ നിന്ന് 4 സിക്സറുകളും 3 ഫോറുകളും ഉൾപ്പെടെ 354 മുകളിൽ സ്ട്രൈക്ക് റേറ്റോടെ 39 റൺസ് വാരിയ പ്രിയാൻഷിന്റെ പ്രകടനം ഞെട്ടിക്കുന്നതായിരുന്നു. ഒരു ഘട്ടത്തിൽ 2025-ൽ CSKക്കെതിരെ 39 പന്തിൽ നേടിയ സെഞ്ചുറി നേട്ടം പ്രിയാംഷ് ആവർത്തിക്കുന്നു പോലും തോന്നിപ്പിച്ചിരുന്നു. IPLൽ ഒരു അൺക്യാപ്ഡ് താരത്തിന്റെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി ആയിരുന്നു അത്. ഈ സീസണിലേക്ക് വരുമ്പോൾ ശശാങ്ക് സിംഗ്, നേഹൽ വധേര, മാർക്കസ് സ്റ്റോയിനിസ് എന്നീ ഓൾറൗണ്ടർമാരുടെ സാന്നിധ്യം പഞ്ചാബിന്റെ ബാറ്റിംഗ് നിരയെ കൂടുതൽ കരുത്തരാക്കുന്നുണ്ട്. ടീമിനെ നയിക്കാൻ മികച്ചൊരു ക്യാപ്റ്റൻ കൂടിയുള്ളതാണ് പഞ്ചാബിന്റെ കരുത്ത്. ഇന്ത്യൻ പിച്ചുകളിലെ സാഹചര്യങ്ങളെ ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയുന്നതാണ് ക്യാപ്റ്റൻ എന്ന നിലയിൽ ശ്രേയസിന്റെ പ്രധാന കരുത്തും വിജയവും. ഹർഷ്ദീപ് സിംഗ്, മാർക്കോ ജാൻസൺ, സേവ്യർ ബാട്ട്ലെറ്റ്, മാർക്കസ് സ്റ്റോയിനിസ്, വിജയ് കുമാർ വൈശാഖ് എന്നീ പേസ് ബൗളർമാരും യുസ്വേന്ദ്ര ചഹൽ, കൂപ്പർ കൊണോളി എന്നീ സ്പിന്നർമാരും അടങ്ങുന്ന പഞ്ചാബി ബൗളിംഗ് നിര ശക്തമാണ്. ഈ സീസണിൽ പഞ്ചാബിനായി അരങ്ങേറിയ വിജയ് കുമാർ വൈശാഖ് എന്ന കർണാടക പേസറുടെ ഇമ്പാക്റ്റ് വളരെ വലുതാണ്. ഈ സീസണിൽ എതിരാളികൾ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന താരമായി ഇതിനോടകം തന്നെ വിജയ് കുമാർ മാറിയിട്ടുണ്ട്. ഈ ടൂർണമെന്റിലെ ഏറ്റവും ശക്തമായ ബൗളിംഗ് നിര സ്വന്തമായുള്ള ടീമുകളിലൊന്നാണ് ഡൽഹി ക്യാപിറ്റൽസ്. ലുങ്കി എങ്കിടി, മുകേഷ് കുമാർ, ടി നടരാജൻ എന്നീ ഫാസ്റ്റ് ബൗളർമാരും അക്സർ പട്ടേലും കുൽദീപ് യാദവും വിപ്രവ് നിഗമും ഉൾപ്പെട്ട സ്പിൻ ഡിപ്പാർട്ട്മെന്റും 2020-ലെ റണ്ണൊഴുക്ക് പിടിച്ചു നിർത്താൻ കെൽപ്പുള്ളവരുടെ സംഘമാണ്. ടൂർണമെന്റിന്റെ തുടക്കത്തിൽ മുംബൈ ഇന്ത്യൻസിനെയും ലക്നൗ സൂപ്പർ ജയൻസിനെയും 6 വിക്കറ്റിന് തകർത്താണ് ഡൽഹി വരവറിയിച്ചിരിക്കുന്നത്. ആദ്യ മാച്ചിൽ ലക്നൌവിനെ 141-ൽ എറിഞ്ഞിട്ട ഡൽഹി തൊട്ടടുത്ത മാച്ചിൽ മുംബൈയെ 162-ലും എറിഞ്ഞൊതുക്കി. ചെന്നൈ സൂപ്പർ കിങ്സിൽ നിന്നും ടീമിലെത്തിച്ച സമീർ റിസ്വിയുടെ ബാറ്റിംഗ് പ്രകടനമാണ് ഡൽഹിയുടെ ഈ സീസണിലെ മുഖ്യ ആകർഷണം. മുംബൈക്കെതിരെ 51 പന്തിൽ നിന്ന് 90 റൺസ് എടുത്ത സമീർ ലക്നൗ സൂപ്പർ ജയൻസിനെതിരെ
47 പന്തിൽ നിന്നും 70 റൺസും അടിച്ചെടുത്തു. ഇന്നിംഗ്സിന്റെ തുടക്കത്തിൽ ടീമിന് സന്തുലിതാവസ്ഥ നൽകാൻ ശ്രീലങ്കൻ ഓപ്പണർ പതും നിസംഗയ്ക്ക് സാധിക്കുന്നുണ്ട്. KL രാഹുലിന്റെയും നിതീഷ് റാണയുടെയും മോശം ഫോമിനിടയിലും ടീമിന്റെ റൺ റേറ്റ് താഴാതെ കാക്കാൻ അയാൾക്ക് കഴിയുന്നുണ്ട്. മാച്ച് വിന്നർമാരായ ഡേവിഡ് മില്ലർ, ട്രിസ്റ്റൻ സ്റ്റബ്സ് എന്നിവരുടെ സാന്നിധ്യവും ടീമിന് ആഴമുള്ള ഒരു ബാറ്റിംഗ് ലൈനപ്പ് സമ്മാനിക്കുന്നുണ്ട്. ചേസിംഗിൽ നിന്ന് മാറി ആദ്യം ബാറ്റ് ചെയ്യുമ്പോൾ ഡൽഹി എങ്ങനെ സ്കോർ ചെയ്യുന്നത് കൂടി ഇനി കണ്ടറിയണം. കഴിഞ്ഞ സീസണിൽ നിന്ന് രാജസ്ഥാന് വന്ന പ്രധാന മാറ്റം മുൻ കോച്ച് രാഹുൽ ദ്രാവിഡിന്റെ ശൈലിയിൽ നിന്ന് മാറി ടീം സംഘക്കാരയുടെ കൈകളിലേക്ക് തിരിച്ചെത്തി എന്നത് തന്നെയാണ്. സഞ്ജു സാംസന്റെ പിന്മാറ്റം യഥാർത്ഥത്തിൽ രാജസ്ഥാൻ റോയൽസിന്റെ സ്ക്വാഡിന് പുതിയൊരു ഫ്രഷ്നസ് കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. റിയാൻ പരാഗ് കഴിഞ്ഞ സീസണിൽ നിന്ന് ഏറെ ഗൃഹപാഠങ്ങൾ പഠിച്ചാണ് ഇക്കുറി IPL എത്തിയതെന്ന് ആദ്യത്തെ മത്സരങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. പതിവ് പോലെ തന്നെ ആദ്യ മത്സരത്തിൽ ഉയർന്ന മാർജിനിൽ ജയിച്ച് പോയിന്റ് ടേബിളിൽ മുന്നിലെത്തുകയെന്ന ശൈലി രാജസ്ഥാൻ ഇക്കുറിയും തെറ്റാതെ പിന്തുടരുന്നുണ്ട്. ദ്രാവിഡും സഞ്ജുവും ക്യാമ്പ് വിട്ടതോടെ ടീമിലെ ഒത്തിണക്കം ഇക്കുറി 10 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട്. ടീമിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വൈഭവ് സൂര്യവംശി മുതൽ സീനിയറായ രവീന്ദ്ര ജഡേജ വരെ ഈ ടീമിനൊപ്പം ആസ്വദിച്ച് കളിക്കുന്നുണ്ടെന്ന് ഇതിനോടകം വ്യക്തമാണ്. ടീമിലെ എല്ലാ താരങ്ങളും മികച്ച ഫോമിലാണെന്നതാണ് രാജസ്ഥാനെ അപകടകാരികളാക്കുന്നത്. വൈഭവ് സൂര്യവംശിയും SSC ജയ്സ്വാളും നൽകുന്ന വെടിക്കെട്ട് തുടക്കമാണ് രാജസ്ഥാന്റെ പ്രധാന ഹൈലൈറ്റ്. ആദ്യ പന്ത് മുതൽ അടിച്ചു തകർക്കുന്ന 15-കാരൻ വൈഭവിന്റെ സാന്നിധ്യം എതിരാളികളെ ഭയപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട്. വൈഭവിന്റെ ബാറ്റിൽ നിന്ന് പറക്കുന്ന അതിവേഗ സെഞ്ചുറികളും അർദ്ധ സെഞ്ചുറികളും രാജസ്ഥാനെ ഈ സീസണിൽ ഏറെ മുന്നിലെത്തിക്കും എന്നുറപ്പാണ്. ബാറ്റിങ്ങിനേക്കാൾ ഉപരിയായി സന്തുലിതമായ ബൗളിംഗ് യൂണിറ്റാണ് രാജസ്ഥാൻ്റേത്. ടീമിലെ 7 പേർക്കും ബൗൾ ചെയ്യാനാകുമെന്നത് എതിരാളികളെ വട്ടം ചുറ്റിക്കുന്നുണ്ട്. ജോഫ്ര ആർച്ചർ, നാന്ദ്രെ ബർഗർ, സന്ദീപ് ശർമ്മ, ബ്രിജേഷ് ശർമ്മ എന്നീ ഫാസ്റ്റ് ബൗളർമാർക്ക് പുറമെ രവി ബിഷ്ണോയി, രവീന്ദ്ര ജഡേജ എന്നീ സ്പിന്നർമാരും പ്രതീക്ഷയ്ക്കൊത്തുള്ള മികവാർന്ന പ്രകടനമാണ് പുറത്തെടുക്കുന്നത്. ആദ്യ മാച്ചിൽ ചെന്നൈയെ 127 റൺസിന് എറിഞ്ഞൊതുക്കിയ രാജസ്ഥാൻ ഗുജറാത്തിനെ 6 റൺസിന് തോൽപ്പിച്ചത് ഡെത്ത് ഓവറിലെ ബൗളിംഗ് മികവിന്റെ കരുത്തിലായിരുന്നു. ഗുജറാത്തിനെതിരായ ആവേശകരമായ ത്രില്ലർ പോരാട്ടത്തിൽ ജോഫ്ര ആർച്ചറുടെ 19ാം ഓവറിലും തുഷാർ ദേശ്പാണ്ഡെയുടെ 20ാം ഓവറിലും രാജസ്ഥാൻ വിട്ടു നൽകിയത് 4 റൺസ് വീതമായിരുന്നു. കൈവിട്ടെന്ന് കരുതിയ മത്സരം പോലും തിരിച്ചുപിടിക്കാൻ അവർക്ക് പ്രാപ്തിയുണ്ട്. ഇക്കുറി IPL കിരീടം നേടാൻ ഏറ്റവും സാധ്യതയുള്ള ടീമുകളിലൊന്നാണ് രാജസ്ഥാൻ റോയൽസ്. ഈ സീസണിലെ ആദ്യത്തെ 2 ആധികാരിക വിജയങ്ങളിലൂടെയും RCB നൽകുന്ന സന്ദേശം വ്യക്തമാണ്. നീണ്ട 18 വർഷം കാത്തിരുന്ന് നേടിയ IPL കന്നി കിരീടം ബംഗളൂരുവിന്റെ ഷെൽഫിൽ തന്നെ സൂക്ഷിക്കാനാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്ന വലിയൊരു സ്റ്റേറ്റ്മെന്റാണ് രജത് പടിദാറും കൂട്ടുകാരും ഇതിനോടകം എതിരാളികൾക്ക് നൽകുന്നത്. ചേസ് മാസ്റ്റർ വിരാട് കോഹ്ലിയും ഫിലിപ്പ് സോൾട്ടും ചേരുന്ന ഓപ്പണിംഗ് സഖ്യം ടൂർണമെന്റിലെ ഏറ്റവും അപകടകരമായൊരു കോമ്പിനേഷനാണ്. മലയാളിയായ ദേവദത്ത് പടിക്കലിന്റെ മാരക ഫോമാണ് എതിരാളികളെ വിറപ്പിക്കുന്ന ഒരു ഘടകം. സമയമൊട്ടും കളയാതെ ആദ്യ പന്ത് തന്നെ ബൗണ്ടറിക്ക് മുകളിലൂടെ അടിച്ചു പറത്തി തുടങ്ങുന്ന ക്യാപ്റ്റൻ രജത് പടിദാറിന്റെ പവർ ഹിറ്റിങ്ങും ടീമിനാകെ സമ്മാനിക്കുന്ന പോസിറ്റീവ് ഇമ്പാക്റ്റും വളരെ വലുതാണ്. റൊമാരിയോ ഷെപ്പേർഡ്, ടിം ഡേവിഡ്, ജിതേഷ് ശർമ്മ തുടങ്ങിയ കൂറ്റിനടിക്കാർ കൂടി തിളങ്ങിയാൽ RCBയെ പിടിച്ചുകെട്ടാൻ എതിരാളികൾ വിയർക്കുമെന്നുറപ്പ്. ജേക്കബ് ഡഫിയും ഭുവനേശ്വർ കുമാറും റൊമാരിയോ ഷെപ്പേർഡും അഭിനന്ദൻ സിംഗ് ഉൾപ്പെടുന്ന ഫാസ്റ്റ് ബോളർമാർ എതിരാളികളുടെ ചങ്കിടിപ്പ് കൂട്ടുന്ന പ്രകടനമാണ് ടൂർണമെന്റിൽ പുറത്തെടുക്കുന്നത്. ഇവരോടൊപ്പം കൃണാൽ പാണ്ഡ്യ, സുയാഷ് ശർമ്മ എന്നീ അപകടകാരികളായ സ്പിന്നർമാർ കൂടി ചേരുന്നതോടെ RCB ബൗളിംഗ് യൂണിറ്റ് അതിശക്തമായി മാറുകയാണ്. ദി ഫൈനൽ വിസിലിൽ അടുത്ത വാരം മറ്റൊരു വിഷയമായി കാണാം. അതുവരെ നമസ്കാരം.